ഹലോ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ്, നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഒരു ഓപ്പറേറ്ററും കൂടിയും അവിടെ ബാക്കിയുള്ളതുണ്ട്. ഓക്കെ, അതായത് ദ സ്ക്വയർ ഓഫ് ആൻ ഓപ്പറേറ്റർ, ഒരു ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ എ ക്യാപ്പാണ് ഓപ്പറേറ്റർ എന്ന് കരുതാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, എ ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ, അതായത് എ ക്യാപ്പ് അല്ലെങ്കിൽ എ ഹാറ്റ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുമിലാണ് എ ക്യാപ്പ് അല്ലെങ്കിൽ എ ഹാറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഈ എ ക്യാപ്പ് സ്ക്വയറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എ ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് എ ക്യാപ്പ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. ഒരു ഉദാഹരണം കാണാം. അതായത് എ ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ വാല്യൂ ഡി ബൈ ഡി എക്സ് ആണെന്ന് വിചാരിക്കുക. എ ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താണ്? ഡി ബൈ ഡി എക്സ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എ ക്യാപ്പ് സ്ക്വയേർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് എ ക്യാപ്പ് സ്ക്വയേർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, വി നോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ആദ്യം ഈ എ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി എക്സ്. അപ്പോൾ എ ക്യാപ്പിന് പകരം ഡി ബൈ ഡി എക്സ് എന്ന് എഴുതി. ഇൻറ്റു, ഇനി ഈ എ ക്യാപ്പിന് പകരം എ ക്യാപ്പ് ഡി ബൈ ഡി എക്സ് ആണ്, അപ്പോൾ വീണ്ടും ഡി ബൈ ഡി എക്സ്. ഇനി എഫ് ഓഫ് എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഏത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എത്രയാണെന്നാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പുറത്ത് എന്തുണ്ട്? ഡി ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഇൻറ്റു, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എത്രയാണ്? 2x ആണ് അല്ലേ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടി. സോ വി ഹാവ് ടു ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x. ഡി ബൈ ഡി എക്സ് ഓഫ് 2x എത്രയാണ്? 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഡി ബൈ ഡി എക്സ് ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ക്വയർ ഓഫ് ആൻ ഓപ്പറേറ്റർ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യമായിരിക്കും അല്ലേ, ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു വിശദമായിട്ടുള്ള ലെവലിലുള്ള ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ഇപ്പോൾ വെർണർ ഹെയ്സൻബർഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1901 തൊട്ടിട്ട് 1976 വരെയാണ്. അപ്പോൾ ഹെയ്സൻബർഗ് അല്ലെങ്കിൽ വെർണർ ഹെയ്സൻബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1926 ഓക്കെ അദ്ദേഹം റിയലൈസ് ചെയ്തു എന്ത്? ഈ പാർട്ടിക്കിൾസിനൊക്കെ വേവ് നേച്ചറും കൂടി ഉണ്ടെങ്കിൽ അത് പൊസിഷനും മൊമെൻറ്റും ഒക്കെ അത്തരം പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസിൻ്റെ ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഇലക്ട്രോൺസ് പോലെയുള്ള സ്മോൾ പാർട്ടിക്കിൾസ്, അത്തരം പാർട്ടിക്കിൾസിന് എന്തുണ്ട്? നമുക്കറിയാം പാർട്ടിക്കിൾ നേച്ചറിൻ്റെ കൂടെ തന്നെ വേവ് നേച്ചറും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വേവ് നേച്ചറൊക്കെ അതിനുള്ളത് കൊണ്ട് അതിൻ്റെ പൊസിഷനും അല്ലെങ്കിൽ മൊമെൻറ്റും ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അതായത് കൃത്യമായിട്ട് നമുക്ക് പ്രിസൈസ് ആയിട്ട് ബോത്ത് പൊസിഷനും മൊമെൻറ്റും അത്തരം സ്മോൾ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസിൻ്റെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്ങനെ? സൈമുൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പോൾ അദ്ദേഹം റിയലൈസ് ചെയ്തു, അതായത് വേവ് നേച്ചർ അസോസിയേറ്റഡ് വിത്ത് പാർട്ടിക്കിൾസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഫണ്ടമെൻ്റൽ ലിമിറ്റ് ടു ദ പ്രിസിഷൻ വിത്ത് വിച്ച് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് സച്ച് പാർട്ടിക്കിൾസ്, സ്മോൾ പാർട്ടിക്കിൾസ് സച്ച് ആസ് ഇലക്ട്രോൺ കുഡ് ബി മെഷേർഡ് സൈമുൾട്ടേനിയസ്ലി. അതായത് ലിമിറ്റ് ടു ദ പ്രിസിഷൻ, അത് അവിടെ ആ വാചകം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതായത് പ്രിസിഷനോട് കൂടി മെഷർ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് കൊണ്ടുവന്നു. ആ ലിമിറ്റ് എന്നുള്ള വാല്യൂ, ആ വേർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്മോൾ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒക്കെ സൈമുൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യുന്നത്, പ്രിസിഷനോട് കൂടി മെഷർ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് അവിടെ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ട്? വേവ് നേച്ചറും കൂടി ഇത്തരം പാർട്ടിക്കിൾസിന് ഉള്ളതുകൊണ്ട്. ഓക്കെ, മാത്രമല്ല അദ്ദേഹം വേറൊരു പോയിൻ്റ് ഔട്ടും കൂടിയും ചെയ്തു. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, അതായത് ഐദർ പൊസിഷൻ ഓർ മൊമെൻറ്റം, അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ
തുടങ്ങിക്കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് അത് മൊത്തമായിട്ട് ഡിസ്റ്റർബ്ഡ് ആക്കും. അപ്പം നമുക്ക് എന്ത് സംഭവിക്കുന്നു, മറ്റേ വാല്യൂ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ട് മാറുന്നു. ഓക്കെ, അതാണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ. ഞാൻ ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ്. ഓക്കെ, സോ ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് എനി മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് വൺ ഓഫ് ദി എബോവ് പ്രോപ്പർട്ടീസ്, ഏത് ഐദർ മൊമെൻറ്റം അല്ലെങ്കിൽ പൊസിഷൻ, വുഡ് നെസസറിലി ഡിസ്റ്റർബ് ദ സിസ്റ്റം, ആ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. ആൻഡ് വുഡ് മേക്ക് ദ ആക്യുറേറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ദി അതർ വൺ. ഇത് ആദ്യം ഇപ്പോൾ പൊസിഷനാണ് ഡിറ്റർമിൻ ചെയ്ത് വെച്ചാൽ പിന്നീട് മൊമെൻറ്റത്തിൻ്റെ ഡിറ്റർമിനേഷനെ അത് ഇമ്പോസിബിൾ ആക്കുന്നു. ഡിറ്റർമിനേഷൻ ഓഫ് ദി അതർ വൺ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ മൊമെൻറ്റും പൊസിഷനും ഉണ്ട് അല്ലേ, അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ മെഷർമെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ആക്കുന്നു. അപ്പം നമുക്ക് അടുത്തത് ഇപ്പോൾ മൊമെൻറ്റോ പൊസിഷനോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം, അടുത്ത ഏതാണോ ബാക്കിയുള്ളത് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഡിറ്റർമിനേഷൻ 100% ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിനേഷൻ അത് ഇമ്പോസിബിൾ ആക്കുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഫൈൻഡിങ്സിനൊക്കെ കൂടിയിട്ടാണ് ഹെയ്സൻബർഗ്സിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമുൾട്ടേനിയസ്ലി ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. അപ്പോൾ മൊമെൻറ്റത്തിന് ഓർ വെലോസിറ്റി എന്ന് അവിടെ പറയുന്നുണ്ട്. ബിക്കോസ് വി നോ ദാറ്റ് മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ ആക്യുറേറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓർ വെലോസിറ്റി ഓഫ് എ സ്മോൾ മൂവിംഗ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ അറ്റ് എനി ഗിവൺ ഇൻസ്റ്റൻറ്റ് വിത്ത് അബ്സല്യൂട്ട് സർട്ടനിറ്റി. അതായത് പൊസിഷനും മൊമെൻറ്റും അല്ലെങ്കിൽ പൊസിഷനും വെലോസിറ്റിയും നമുക്ക് സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരു സ്മോൾ മൂവിംഗ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിൻ്റെ അബ്സല്യൂട്ട് സർട്ടനിറ്റി വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെയാണ് ഇവിടെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഈ ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺസർട്ടനിറ്റി ആണ് മൊമെൻറ്റത്തിലെ, ആ പാർട്ടിക്കിളിനുള്ള മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി എലോങ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ ഈ ഡെൽറ്റ എക്സ് എന്താണ്, ഡെൽറ്റ എക്സ് ഇറ്റ്സ് അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ, നെയിംലി ഇത് എക്സ് കോർഡിനേറ്റിലെ. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് എന്ന് പറഞ്ഞാൽ അത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതാണ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമുൾട്ടേനിയസ്ലി ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓർ വെലോസിറ്റി ഓഫ് എ സ്മോൾ മൂവിംഗ് പാർട്ടിക്കിൾ ലൈക്ക് ആൻ ഇലക്ട്രോൺ അറ്റ് എനി ഗിവൺ ഇൻസ്റ്റൻറ്റ് വിത്ത് അബ്സല്യൂട്ട് സർട്ടനിറ്റി. ദെൻ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ദെൻ അത് ഓരോ ടേംസും എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ ഡെൽറ്റ പി എക്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ലാർജ് വാല്യൂ ആണെങ്കിൽ ഡെൽറ്റ പി എക്സ് എന്ത് സംഭവിക്കുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ എക്സിൻ്റെ ഡയറക്ഷനിൽ പോലെ തന്നെ വൈൻ്റെ ഡയറക്ഷനിലും സെഡിൻ്റെ ഡയറക്ഷനിലും 3 കോർഡിനേറ്റ്സിലും അത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ശരിക്കും പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എത്രമാത്രം പ്രിസൈസ്ലി നിങ്ങൾ പൊസിഷനെ, ഒരു മൂവിംഗ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ ഡിറ്റർമിൻ ചെയ്യുന്നു, അത്രമാത്രം കുറവ് പ്രിസൈസ്ലി ആയിരിക്കും അതിൻ്റെ മൊമെൻറ്റത്തിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡിക്ലെയേഴ്സ് ദാറ്റ് the more precisely you know the position of a moving particle, the less well you know of its momentum. അപ്പോൾ പൊസിഷനെ നമ്മൾ കൂടുതൽ ആക്യുറേറ്റ് ആയി മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മൊമെൻറ്റം അത്രമാത്രം കുറവ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ടാണ് പറയുന്നത്, ദ മോർ പ്രിസൈസ്ലി യു നോ ദ പൊസിഷൻ, അതായത് ദ സ്മോളർ ദ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ സെഡ്, അതായത് ഓരോ എത്ര സ്മോൾ വാല്യൂ ആണെങ്കിലും അത് എത്രമാത്രം പ്രിസൈസ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ പൊസിഷനെ, ഓക്കെ, അത്രമാത്രം കുറവ് പ്രിസൈസ്ലി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുള്ളൂ, മൊമെൻറ്റത്തിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ലാർജർ ദ ഡെൽറ്റ പി എക്സ്, ഡെൽറ്റ പി വൈ ആൻഡ് ഡെൽറ്റ പി സെഡ്. സോ ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡിക്ലെയേഴ്സ് ദാറ്റ് the more precisely you know the position of a moving particle, the less well you know of its momentum. Okay, then ഇനി നമുക്കറിയാം എന്താണ് മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്, പി, ഡെൽറ്റ പിന്നോട് കാണിച്ചിട്ടില്ലേ. മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്,
മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, മൊമെൻറ്റം അതായത് പി എക്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അലോങ് ദ എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അൺസർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പം നമുക്ക് നേരത്തെ ഇക്വേഷനിൽ എന്തായിരുന്നു, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നായിരുന്നു. അപ്പോൾ ആ ഡെൽറ്റ പിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, മാസ് ഇൻറ്റു ഡെൽറ്റ വി എക്സ്. എം എന്ന് പറയുന്നത് മാസാണ്, ഡെൽറ്റ വി എക്സ് എന്ന് പറയുന്നത് എന്താണ്, അൺസർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവരെന്താ കാണിച്ചിരിക്കുന്നത്, ഈ മാസിനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് അടിയിലേക്ക് കൊടുന്നു, ഇവിടേക്ക് കൊടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm. ഇത് നമുക്കതിനെ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിളിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് മാത്രമല്ല ഫിസിക്കൽ കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ in order to understand the physical concept inherent in the principle, let us consider the determination of the position of an electron at a given instant by use of radiation. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു റൂട്ടും കൂടി നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ആ പൊസിഷൻ, ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ ബൈ യൂസ് ഓഫ് റേഡിയേഷൻ, ഒരു റേഡിയേഷൻ ഉപയോഗിച്ചിട്ട്. അതായത് നമ്മൾ ആ ഇലക്ട്രോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഫോട്ടോൺസിനെയും കൂടി യൂസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ദിസ് റിക്വയേഴ്സ് ആൻ ഇമ്പാക്റ്റ് ഓഫ് എ ഫോട്ടോൺ ഓഫ് സ്മോൾ വേവ് ലെങ്ത് ഓൺ ദ ഇലക്ട്രോൺ. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ പൊസിഷനെ നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോട്ടോൺ എടുക്കുകയാണ്. ആ ഫോട്ടോണിന് ഇപ്പോൾ സ്മോൾ വേവ് ലെങ്ത് ആണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഇലക്ട്രോണിന്മേ ബൊമ്പാർഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഫോട്ടോൺ ഇലക്ട്രോണിന്മേ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോൺ കൊണ്ട് നമ്മൾ ഇലക്ട്രോണിനെ ബൊമ്പാർഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഫോട്ടോണിൽ നിന്നും ഇലക്ട്രോണിലേക്ക് എനർജിയുടെ ട്രാൻസ്ഫർ സംഭവിക്കുന്നു. അങ്ങനെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കാത്ത വിധത്തിലായിട്ട് മാറുന്നു. ഇനി ഇപ്പോൾ ഒരു ഫോട്ടോൺ ഉപയോഗിക്കുകയാണ്, അതിന് നേരത്തെ നമ്മൾ സ്മോൾ വേവ് ലെങ്ത് ആണ് ഉപയോഗിച്ചത്. സ്മോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാർജ് മൊമെൻറ്റം ഉള്ള ഫോട്ടോണാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നെക്സ്റ്റ് കേസിൽ ഇപ്പോൾ ഒരു ഫോട്ടോൺ നമ്മൾ വേറെ തരത്തിൽ യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ലാർജ് വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ആ ഫോട്ടോണിന് എന്താണ്, മൊമെൻറ്റം വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ദ ഇമ്പാക്റ്റ് വിൽ നോട്ട് ഓൾട്ടർ ദ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ മച്ച് ബട്ട് ഇറ്റ്സ് പൊസിഷൻ കനോട്ട് ബി ഡിറ്റർമിൻ. അപ്പോൾ അത്തരത്തിൽ ലാർജ് വേവ് ലെങ്ത് ഓർ സ്മോൾ മൊമെൻറ്റം ഉള്ള ഒരു ഫോട്ടോണിനെ കൊണ്ട് ഇലക്ട്രോണിനെ ബൊമ്പാർഡ് ചെയ്യിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റത്തിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് ഇമ്പാക്റ്റ് ചെയ്യുന്ന, അതിൽ മുകളിൽ വന്ന് പതിക്കുന്ന ആ ഫോട്ടോണിന് സ്മോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റത്തിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ആ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കനോട്ട് ബി ആക്യുറേറ്റ്ലി ഡിറ്റർമിൻ ഇറ്റ്സ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഒരു കേസിൽ മൊമെൻറ്റം നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണില്ല, മറ്റേ കേസിലാണെങ്കിലോ അതിൻ്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയാം, ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റ്, ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റും കൂടി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യണം അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ബൈ യൂസ് ഓഫ് റേഡിയേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോട്ടോണിനെ എടുത്തു. ആദ്യം നമ്മൾ ഉദ്ദേശിച്ച ഫോട്ടോണിന് സ്മോൾ വേവ് ലെങ്ത് ആയിരുന്നു, അതായത് ലാർജ് മൊമെൻറ്റം ഉള്ളതാണ്. നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവാണെങ്കിൽ എന്താണ്, മൊമെൻറ്റം കൂടുതലായിരിക്കും. ബിക്കോസ് വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദിസ് മൊമെൻറ്റം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഫോട്ടോണിന് സ്മോൾ വേവ് ലെങ്ത് ആണ് അല്ലെങ്കിൽ ലാർജ് മൊമെൻ്റ് ആണ്. അതങ്ങനെ ഇലക്ട്രോണിൻ്റെ മീതെ
വന്ന് പതിക്കുമ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് അത് ഇലക്ട്രോണിന് കൊടുക്കുന്നു. അങ്ങനെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം കൂടുന്നു. അപ്പോൾ നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ഫോട്ടോൺ ഓഫ് ലാർജർ വേവ് ലെങ്ത് ആണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിന് സ്മോൾ മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റത്തിന് ഒന്നും വ്യത്യാസം സംഭവിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ നമുക്ക് കുറച്ചുകൂടി മൂവിങ് ഒബ്ജക്ട്സിനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. അതായത് നല്ല അത്യാവശ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സൈസുള്ള, ഒബ്സർവബിൾ ആയിട്ടുള്ള സൈസുള്ള മൂവിങ് ഒബ്ജക്ട്സ് വിചാരിക്കാം. അതായത് ബോള് അല്ലെങ്കിൽ ഒരു കാറൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അൺസർട്ടനിറ്റീസ് ഇൻ മൊമെൻറ്റം ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഓർ വെലോസിറ്റി അല്ലെങ്കിൽ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ബിക്കോസ് ഓഫ് ദെയർ ലാർജ് മാസസ്, അല്ലേ? നമുക്ക് ഇവിടെ ഇക്വേഷൻ തന്നെ അറിയാം. എന്താണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എക്സ് ഇസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4πm. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ മാസ് വളരെ കൂടുതലാണെങ്കിൽ എന്താണ്, ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചും വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫോർ മൂവിങ് ഒബ്ജക്ട്സ് ഓഫ് ഒബ്സർവബിൾ സൈസ് ലൈക്ക് ബോൾ അല്ലെങ്കിൽ കാറ്, അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഓർ വെലോസിറ്റി ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദെയർ ലാർജ് മാസസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ അത്ര സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല എന്തിൻ്റെ കേസിൽ? മൂവിങ് ഒബ്ജക്ട്സിൽ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന മൂവിങ് ഒബ്ജക്ട്സിൻ്റെ കേസിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. പക്ഷെ അതിന് എന്ത് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ് അതിന് സിഗ്നിഫിക്കൻസ് ഉള്ളത്? ഇൻ ദ കേസ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. അപ്പോൾ എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ദ അൺസർട്ടനിറ്റീസ് ഇൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ക്യാൻ ബി ഓഫ് സിഗ്നിഫിക്കൻറ്റ് പ്രപ്പോർഷൻസ് ഇൻ കമ്പാരിസൺ വിത്ത് ദെയർ ആക്ച്വൽ സൈസ് ആൻഡ് ഹെൻസ് കനോട്ട് ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ഈ അൺസർട്ടനിറ്റീസ്, അതായത് പൊസിഷനിലും മൊമെൻറ്റത്തിലൊക്കെ ഉണ്ടാവുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രപ്പോർഷൻസിലുള്ളതാണ് when compared to their actual size, because their size is very small. So this uncertainties in their momentum and positions are very significant. So that such uncertainties cannot be neglected. അതൊന്നും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് സാധിക്കും? നമുക്കറിയാം, നമ്മൾ ബോർസ് അറ്റോമിക് തിയറി ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ്, ഈ ബോറ് പറഞ്ഞു, അതായത് ഇലക്ട്രോൺസ് ഒക്കെ ന്യൂക്ലിയസിൻ്റെ ചുറ്റും വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്സിലാണ് റിവോൾവ് ചെയ്യുന്നത്, അല്ലേ? മാത്രമല്ല ഈ ബോർ ഓർബിറ്റ്സിനൊക്കെ ഫിക്സഡ് റേഡിയസ് ഉണ്ട്, അതിൽ ഫിക്സഡ് വെലോസിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വരുന്നതോടുകൂടി ബോറിൻ്റെ അറ്റോമിക് തിയറിക്ക് എല്ലാ ഇമ്പോർട്ടൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഓരോന്നും വായിച്ച് പറയാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ദ ഇമ്പാക്റ്റ് ഓഫ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓൺ ബോർസ് അറ്റോമിക് തിയറീസ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇമ്പാക്റ്റ് ബോറിൻ്റെ അറ്റോമിക് തിയറിയുമുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബോർ പ്രഡിക്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് വെൽ ഡിഫൈൻഡ് ട്രജക്ടറീസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിലെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ബോർ പ്രഡിക്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഇനി സിൻസ് ദ ട്രജക്ടറി ഓഫ് എനി റിവോൾവിംഗ് ഒബ്ജക്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി അറ്റ് വേരിയസ് മൊമെന്റ്സ്, ബോർസ് പ്രഡിക്ഷൻ മെന്റ് ദാറ്റ് both the position and the momentum of an electron in any orbit at any instant could be known with certainty. അപ്പോൾ നമുക്കറിയാം ഈ ട്രജക്ടറി, ഒരു റിവോൾവിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏത് പാർട്ടി കൂടെയാണ് മൂവ് ചെയ്യുന്നത്, അതാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ആ പാർട്ടിക്കിള് വേരിയസ് മൊമെൻറ്റ്സിൽ ഉണ്ടാവുന്ന അതിൻ്റെ പൊസിഷനെയും വെലോസിറ്റിനെയുമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ബോറിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് എന്താണ്, ഒരു ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് പൊസിഷനും മൊമെൻറ്റും ഒക്കെ നമുക്ക് സെർട്ടനിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എന്ത് പറയുന്നത്, ബോറിൻ്റെ തിയറി അനുസരിച്ചിട്ട് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്
കംപ്ലീറ്റ്ലി റൂൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നമുക്ക് മൊമെൻറ്റും പൊസിഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് കംപ്ലീറ്റ്ലി പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മൂവിങ് പാർട്ടിക്കിൾസിൻ്റെ കാര്യത്തിൽ, അല്ലേ, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കാര്യത്തിൽ. സോ ദെർഫോർ ഇറ്റ് ഈസ് inappropriate to imagine the electron as circling the nucleus in well-defined orbits or trajectories. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് ഇമാജിൻ ചെയ്യൽ. എന്ത്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ചുറ്റും വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ ട്രജക്ടറീസിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്സ് or trajectories for particles at the subatomic scale. ഇപ്പോൾ സ്മോൾ പാർട്ടിക്കിൾസിൻ്റെ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കംപ്ലീറ്റ്ലി റൂൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത്? ഈ വെൽ ഡിഫൈൻഡ് പാത്സ് അല്ലെങ്കിൽ ട്രജക്ടറീസ് ഒക്കെ ഈ പാർട്ടിക്കിൾസിൻ്റെ മോഷനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിനെ കംപ്ലീറ്റ്ലി റൂൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, ദ ക്ലാസിക്കൽ പിക്ചർ ഓഫ് ഇലക്ട്രോൺസ് moving in fixed Bohr orbits of fixed radius with fixed velocity does not have any significance according to uncertainty principle. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ബോറിൻ്റെ ക്ലാസിക്കൽ പിക്ചർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ? ആ ഇലക്ട്രോൺസ് ഫിക്സഡ് ആയിട്ടുള്ള ബോർ ഓർബിറ്റ്സിലെ ഫിക്സഡ് റേഡിയസിലെ ഫിക്സഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് യാതൊരുവിധ സിഗ്നിഫിക്കൻസും ഇല്ല എന്നുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത്. ദിസ് മീൻസ് that instead of talking about the precise position and momentum of electrons, we can only talk about the probability of finding an electron at a given position with a given momentum. അപ്പോൾ ഇത്തരത്തിലുള്ള ബോറിൻ്റെ ആ ഒരു പോസ്റ്റ്ലേറ്റിന് പകരം, അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ഒരു പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള പൊസിഷനും മൊമെൻറ്റും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റിമറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. എന്ത് പറയാം? അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ നമുക്ക് കാണാനുള്ള പ്രോബബിലിറ്റി അറ്റ് എ ഗിവൺ പൊസിഷൻ, ഒരു പർട്ടിക്കുലർ പൊസിഷനിലെ ഒരു ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി വിത്ത് എ ഗിവൺ മൊമെൻറ്റം. ഒരു ഗിവൺ മൊമെൻറ്റം ഉള്ളപ്പോൾ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷനിലെ ഒരു ഇലക്ട്രോണിനെ കാണാനുള്ളൊരു പ്രോബബിലിറ്റി എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ബോറിൻ്റെ തിയറീനെ ആ ഒരു പോസ്റ്റ്ലേറ്റിനെ മാറ്റിമറിച്ചുകൊണ്ട് പറഞ്ഞത്. ബോറിൻ്റെ കുറേ 5-6 നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചു അദ്ദേഹത്തിൻ്റെ തിയറിയിൽ. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് ഇലക്ട്രോൺസിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. വി ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ദർ ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറ്റ് എ ഗിവൺ പൊസിഷൻ വിത്ത് എ ഗിവൺ മൊമെൻറ്റം. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഈസ് അസ്യൂംഡ് ഇൻ ദ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റം. അപ്പം ഇങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റത്തിലെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെറിയ എക്സ്ട്രീംലി സ്മോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന മൂവിങ് ആയിട്ടുള്ള ഒബ്സർവബിൾ സൈസുള്ള ഒബ്ജക്ട്സ് ലൈക്ക് ബോൾ, കാർ, അതിനൊന്നും നമുക്ക് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ കേസിലൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. കാരണം എന്താ വെച്ചാൽ അത്തരം ബിഗ് ഒബ്ജക്ട്സിനൊക്കെ ലാർജ് മാസുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ ഈ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റം എന്നൊക്കെ പറയുന്നത് എന്താണ്? മൊമെൻറ്റം എന്നതൊക്കെ പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് സ്മോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ.